Good morning to one and all. Today we are going to discuss our new topic from the chapter Stereochemistry. So, our next topic is racemization. The process in which one enantiomer, dextro or levo, of an optically active compound is converted into a racemic mixture is called racemization. The process involves conversion of half of one enantiomer into the other enantiomer. It may be carried out by the action of heat, light or chemical agents and involves intramolecular rearrangement. Lactic acid undergoes racemization in the presence of a base through the formation of an unstable enol form. So, what is racemization? Racemization എന്ന് പറഞ്ഞാൽ ഒരു enantiomer, അത് ഡെക്സ്ട്രോ ആവാം അല്ലെങ്കിൽ ലീവോ ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു enantiomer വെച്ചിട്ട് നമുക്കൊരു റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യാൻ പറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ റെസിമൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹാഫ് enantiomer ഓഫ് വൺ ഇസ് കൺവേർട്ടഡ് ടു അനദർ. അപ്പോൾ ഇത് നടക്കുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് ഹീറ്റ്, ലൈറ്റ് ഓർ കെമിക്കൽ ഏജൻസ്. എന്നിട്ട് ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റും നടക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് അണ്ടർഗോസ് റെസിമൈസേഷൻ വിച്ച് ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ത്രൂ ആൻ അൺസ്റ്റേബിൾ ഈനോൾ ഫോർമേഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നോക്കൂ, ഡി ലാക്റ്റിക് ആസിഡ്. ആ ടോട്ടോമറൈസേഷൻ നടന്നിട്ട് ഒരു അൺസ്റ്റേബിൾ ഈനോൾ ഫോം ആവുന്നുണ്ട്. എന്നിട്ട് റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് ഒരു റെസിമിക് മിക്സ്ചർ ഡി ലാക്റ്റിക് ആസിഡ് പ്ലസ് എൽ ലാക്റ്റിക് ആസിഡ് കിട്ടുന്നുണ്ട്. ഈ ടോട്ടോമറൈസേഷൻ ഇതൊക്കെ യു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ഫസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. സോ in the small portion just you notice that the process in which one enantiomer is converted into a racemic mixture, this process is known as racemization. Next, resolution of a racemic mixture. The separation of a racemic mixture into its D and L enantiomers is called resolution. Since the enantiomers have identical physical and chemical properties, their separation cannot be effected by ordinary methods such as fractional distillation, fractional crystallization, etc. Some of the methods of resolution are mechanical separation, biochemical separation, chemical method and selective adsorption method. So in the resolution എന്ന് പറഞ്ഞാൽ ഒരു റെസിമിക് മിക്സ്ചറിന് അതിൻ്റെ ഡി ആൻഡ് എൽ ഫോമായി സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. We have already studied that enantiomers have identical physical and chemical properties. അതുകൊണ്ട് നോർമൽ മെത്തേഡ്സ് ലൈക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡി ആൻഡ് എൽ ഫോമിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സാണ് കൊടുത്തിരിക്കുന്നത്. മെക്കാനിക്കൽ സെപ്പറേഷൻ, ബയോകെമിക്കൽ സെപ്പറേഷൻ, കെമിക്കൽ മെത്തേഡ് ആൻഡ് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ മെത്തേഡ്. നമുക്ക് ഓരോന്നായി പഠിക്കാം. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ സെപ്പറേഷൻ. In some cases, the two enantiomers form well-defined crystals having different shapes, which are mirror images of each other. In such cases, the crystals of the D and L forms in the racemic mixture can be separated by simple hand picking with the aid of magnifying glass and a small forceps. Pasteur in 1848 separated crystals of racemic sodium ammonium tartarate into its D and L forms by this method. But only a few compounds are known to form well-defined mechanically separable crystals of the enantiomers. So this method is of historical importance only. അതായത് ചില കേസസിലെങ്കിൽ നമ്മൾ പറഞ്ഞു enantiomers have identical physical and chemical properties എന്നാണ്. ബട്ട് ഇതിൽ കുറച്ച് റെയറായിട്ട് ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ചില enantiomers ഡിഫറെൻറ്റ് ഷേപ്പുള്ള ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ചില ക്രിസ്റ്റൽസ് ആണെങ്കിൽ, അങ്ങനെ ഫോം ചെയ്യുന്ന എനാൻറ്റിയോമേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ഹാൻഡ് പിക്കിങ്ങിലൂടെ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ്, സ്മോൾ ഫോർസെപ്സോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡി ആൻഡ് എൽ ഫോമിനെ സെപ്പറേറ്റ് ചെയ്യാം. ബിക്കോസ് ഡി ഫോം എ ക്രിസ്റ്റൽ ഓഫ് പെർട്ടിക്കുലർ ഷേപ്പ്, എൽ ഫോം ക്രിസ്റ്റൽ ഓഫ് എ ഷേപ്പ് വേരിങ് ഫ്രം ഡി ഫോം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ബൈ യൂസിങ് മാഗ്നിഫൈങ് ഗ്ലാസ് ഓർ സ്മോൾ ഫോർസെപ്സ് വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ്. അതാണ് പറയുന്നത് പാസ്റ്റർ ഇൻ 1848 സോഡിയം അമോണിയം ടാർട്ടറേറ്റിനെ സെപ്പറേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ബട്ട് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ച് മെക്കാനിക്കലി സെപ്പറബിൾ ആവണമെങ്കിൽ അങ്ങനെ എല്ലാ കോമ്പൗണ്ട്സും അങ്ങനെ ആവില്ല. ഓൺലി ഫ്യൂ കോമ്പൗണ്ട്സ് ആർ നോൺ ടു ഫോം ക്രിസ്റ്റൽസ്. സോ ദിസ് മെത്തേഡ് ഈസ് ഓഫ് ഓൺലി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ, ബയോകെമിക്കൽ സെപ്പറേഷൻ. In some cases, it is possible to isolate one of the enantiomers of a racemic mixture by the selective destruction of the other through biochemical method. This is based on the fact that
When certain microorganisms such as yeast, molds, or bacteria are allowed to grow in the solution of a racemic mixture, they selectively assimilate one form, leaving the other in solution. The isomer left in the solution can be isolated by crystallization. Example, when a solution of D-L-tartaric acid is treated with penicillium glaucum, D-tartaric acid is selectively destroyed, leaving L-tartaric acid in solution which can be isolated. എന്താ ബയോകെമിക്കൽ സെപ്പറേഷനിൽ പറയുന്നത്? ചില കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബയോകെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു എനാൻഷ്യോമറിനെ നമുക്ക് സെലക്റ്റീവ്ലി ഡിസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സർട്ടൻ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡിനൊക്കെ റെസിമിക് മിക്സ്ചർ ദേ ആർ അലൗഡ് ടു ഗ്രോ ഇൻ എ റെസിമിക് മിക്സ്ചർ. അപ്പോൾ എന്ത് ചെയ്യും? അവർ സെലക്റ്റീവ്ലി ഒരു എനാൻഷ്യോമറെ ഡെസ്ട്രോയ് ചെയ്യും ആൻഡ് ദ അതർ ലീവ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ആൻഡ് ദാറ്റ് isomer can be isolated by crystallization. അങ്ങനെ D-L-tartaric ആസിഡിനെ പെൻസിലിയം ഗ്ലോക്കം യൂസ് ചെയ്തിട്ട് D-tartaric ആസിഡിനെ സെലക്റ്റീവ്ലി ഈ പെൻസിലിയം ഗ്ലോക്കം ഡെസ്ട്രോയ് ചെയ്തു. L-tartaric ആസിഡിനെ നമുക്ക് ആ സൊല്യൂഷനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. So this is a biochemical method. So next one is disadvantages of this biochemical method. That is, 1/2 of the material is sacrificed. അത് ഹാഫ് മെറ്റീരിയൽ അങ്ങനെ പോകുമല്ലോ, ഒരു ഫോം നമുക്ക് കിട്ടും, മറ്റേ ഫോം ഡെസ്ട്രോയ് ചെയ്യാണ്. സോ 1/2 ഓഫ് ദ മെറ്റീരിയൽ ഈസ് സാക്രിഫൈസ്ഡ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫൈൻഡ് ദ പ്രോപ്പർ ഓർഗാനിസംസ് വിച്ച് വിൽ കൺസ്യൂം വൺ എനാൻഷ്യോമർ ഇൻ പ്രിഫറൻസ് ടു ദ അതർ. സോ ഒരു എനാൻഷ്യോമറിനെ കൺസ്യൂം ചെയ്ത് മറ്റേതിന് ലീവ്, അങ്ങനെ പ്രോപ്പർ ഓർഗാനിസം കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. So then enantiomers which are poisons to microorganisms cannot be separated by this method. Some of the enantiomers are poisons to some of the microorganisms. In that case, we cannot separate in this method. Next one is chemical method. This method involves converting the racemic mixture of enantiomers into a mixture of diastereomeric derivatives by treating with a suitable optically active reagent. These diastereomeric derivatives can be easily separated by taking the advantage of the difference in their physical properties and then converted back to the original enantiomers. For example, racemic lactic acid when treated with the base L-brosine gives a mixture of diastereomeric salt. These are separated by fractional distillation and then each is hydrolyzed to get the corresponding enantiomer of lactic acid. എന്താണ് chemical method എന്ന് നോക്കാം. In this method, നമ്മുടെ എനാൻഷ്യോമർ അതായത് റെസിമിക് മിക്സ്ചറിനെ എന്താ ചെയ്യുന്നത്? റെസിമിക് മിക്സ്ചറിനെ ചില കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്ത് വെച്ചിട്ട് ഡയസ്റ്റീരിയോമറായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡയസ്റ്റീരിയോമേഴ്സ് ഹാവ് ഡിഫറൻസ് ഇൻ ദിയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും കൺവേർട്ടഡ് ബാക്ക് ടു ഒറിജിനൽ എനാൻഷ്യോമേഴ്സ് യൂസിങ് സ്യൂട്ടബിൾ റിയേജൻസ്. അതായത് നമ്മുടെ റെസിമിക് മിക്സ്ചറിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് ഡയസ്റ്റീരിയോമറാക്കി മാറ്റുക. എന്നിട്ട് ഡയസ്റ്റീരിയോമറിന് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് വി ഓൾ നോ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് തിരിച്ച് അതിനെ എനാൻഷ്യോമറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. An example ആണ് we can see in the reaction DL-lactic acid when treated with the base L-brosine. We get L-brosine D-lactate plus L-brosine L-lactate. This is a diastereomeric derivative. And we can separate it through fractional distillation, and after hydrolyzing we get L-lactic acid plus L-brosine and D-lactic acid plus L-brosine. This is the most commonly used method for separating the racemic mixture. That is chemical method. Next one is selective adsorption method. In this method, the solution can be achieved by passing a solution of the racemic mixture through a chromatographic column of a finely divided optically active adsorbent such as starch, cellulose or quartz. Due to the selective adsorption of one enantiomer by the adsorbent in preference to the other, the two move down the column at different rates, affecting separation. For example, racemic camphor can be resolved into its enantiomers using D-lactose as the adsorbent. You have already studied chromatography and their technique and all. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റെസിമിക് മിക്സ്ചറിനെ ക്രൊമറ്റോഗ്രാഫിക് കോളത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ആൻഡ് വി നോ അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള അഡ്സോർബൻസ് സ്റ്റാർച്ച് അങ്ങനെയുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് അഡ്സോർബൻ്റ് ഉണ്ടാവും. ആൻഡ് ദിസ് അഡ്സോർബൻറ്റ് എന്ത് ചെയ്യും? സെലക്റ്റീവ്ലി
അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം ഈ നമ്മുടെ രണ്ട് ഫോമും ആ കോളത്തിലൂടെ മൂവ് ചെയ്യും, ഡിഫറെൻറ്റ് റേറ്റിലായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ദേ കം ഔട്ട് ഓഫ് ദ കോളം അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈം. സോ വി ക്യാൻ സെപ്പറേറ്റ് ബോത്ത് ഓഫ് ദം. അതിന് എക്സാമ്പിളാണ് റെസിമിക് ക്യാംഫർ. ഡി ലാക്ടോസ് യൂസ് ചെയ്തിട്ടാണ് അതിനെ റിസല്യൂട്ട് ചെയ്തത്. സോ നമ്മൾ 4 മെത്തേഡാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ സെപ്പറേഷൻ, അത് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, ഡിഫറെൻറ്റ് ഷേപ്പുള്ളത്. ജസ്റ്റ് ബൈ ഹാൻഡ് പിക്കിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബയോകെമിക്കൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ഓഫ് ദ എനാൻഷ്യോമറിനെ സെലക്റ്റീവ്ലി ഡിസ്ട്രക്ട് ചെയ്യും ആൻഡ് അതർ ലീവ് ഇൻ ദ സൊല്യൂഷൻ ബൈ യൂസിങ് സർട്ടൻ മൈക്രോ ഓർഗാനിസംസ്. ദെൻ കെമിക്കൽ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? റെസിമിക് മിക്സ്ചറിനെ ഡയസ്റ്റ്യൂറമറായി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ മെത്തേഡ്സ് യൂസ് ചെയ്ത് തിരിച്ച് എനാൻഷ്യോമറായിട്ടാണ് തിരിച്ച് കൊണ്ടുവരും. ലാസ്റ്റ് മെത്തേഡ് ബൈ യൂസിങ് ക്രോമറ്റോഗ്രാഫിക് കോളം, അഡ്സോർബൻ, സ്യൂട്ടബിൾ അഡ്സോർബൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിസൊല്യൂഷൻ മെത്തേഡ്സ്. നെക്സ്റ്റ് വൺ asymmetric synthesis or enantioselective synthesis or enantiometric excess. When a chiral compound is synthesized by ordinary laboratory methods, the product is normally a racemic mixture. If such a synthesis is carried out under the enantioselective or asymmetric influence of a chemical reagent, one of the enantiomer may be formed in preference. The products are formed in unequal amounts such that one of the enantiomers predominates over the other. The product sample will contain the racemic modifications plus that enantiomer that is formed in excess, and hence it will be optically active. Such a reaction is termed as enantioselective reaction or enantioselective synthesis or asymmetric synthesis. അതായത് ഒരു കൈറാൽ കോമ്പൗണ്ട് നമ്മൾ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റെസിമിക് മിക്സ്ചർ ആയിരിക്കും. ബട്ട് ഇപ്പോൾ നമ്മളത് എനാൻഷ്യോസെലക്റ്റീവ് അല്ലെങ്കിൽ ഒരു കൈറാൽ റിയേജൻ്റെ പ്രസൻസിൽ എനാൻഷ്യോസെലക്റ്റീവ് അല്ലെങ്കിൽ അസിമെട്രിക് ഇൻഫ്ലുവൻസിൽ ഒരു സിന്തസിസ് നടത്തുകയാണെങ്കിൽ നമുക്കൊരു റെസിമിക് മോഡിഫിക്കേഷൻ്റെ കൂടെ ഒരു എനാൻഷ്യോമർ കൂടുതൽ എമൗണ്ടിൽ കിട്ടും. ആൻഡ് ദാറ്റ് പ്രഡോമിനേറ്റ് എനാൻഷ്യോമർ വിൽ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എനാൻഷ്യോസെലക്റ്റീവ് റിയാക്ഷൻ ഓർ എനാൻഷ്യോസെലക്റ്റീവ് സിന്തസിസ് ഓർ അസിമെട്രിക് സിന്തസിസ്. So, a synthetic process in which an optically active chiral compound is produced from an optically inactive compound without the necessity of resolution is called enantioselective synthesis or asymmetric synthesis. അതായത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് ഒപ്റ്റിക്കലി ആക്റ്റീവ് കൈറാൽ കോമ്പൗണ്ട് ഫോം ചെയ്യാണ് വിത്തൗട്ട് ദ നെസസിറ്റി ഓഫ് റെസൊല്യൂഷൻ. അത് നമുക്ക് ഡി ആൻഡ് എൽ ഫോം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള സിന്തസിസിനെയാണ് നമ്മൾ എനാൻഷ്യോസെലക്റ്റീവ് സിന്തസിസ് ഓർ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. ബിക്കോസ് വൺ ഓഫ് ദ എനാൻഷ്യോമർ ഈസ് ഫോംഡ് ഇൻ എക്സസ്, സോ വി ക്യാൻ ദർ ഇസ് നോ നെസസിറ്റി ഓഫ് റെസൊല്യൂഷൻ. Then the quantity by which one enantiomer predominate over the other in an enantioselective synthesis is expressed in terms of enantiomeric excess. And we know one of the enantiomer formed in excess, and that quantity is termed as enantiomeric excess. Then there are two types of enantioselective or asymmetric synthesis. They are partial asymmetric or enantioselective synthesis. Second one, absolute asymmetric or enantioselective synthesis. So first one, partial asymmetric synthesis. The preparation of an optically active compound from an optically inactive compound involving the use of optically active compound is known as partial asymmetric synthesis. Two of the methods commonly used for partial asymmetric synthesis are illustrated below. അതായത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ടിൽ നിന്ന് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ഫോം ചെയ്യാണ് വിത്ത് ദ പ്രസൻസ് ഓഫ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റ്. അതിനാണ് നമ്മൾ പാർഷ്യൽ അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ വിത്ത് ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് എസ്റ്ററിഫിക്കേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് വിത്ത് L-menthol followed by its reduction and subsequent hydrolysis yield predominantly L-lactic acid. So reaction നോക്കൂ, pyruvic acid CH3COCOH, pyruvic acid plus L-menthol gives L-methyl pyruvate. On reduction it will give L-methyl L-lactate in excess. Then on hydrolysis it gives L-lactic acid in excess. Next one, with enzymes. Reaction of benzaldehyde with HCN in presence of
enzyme emulsin, followed by hydrolysis yield predominantly L-mandelic acid. That is, we can see in the reaction benzaldehyde plus HCl in presence of emulsin give benzaldehyde cyanohydrin, and hydrolysis it give L-mandelic acid. So, most of the enzymatic synthesis occurring in the biological system belong to the category of asymmetric synthesis, because enzymes provide the chiral environment that is required for this reaction. Example, amino acids present in higher animals are levorotatory and glucose present in fruits is dextrorotatory. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് അസിമെട്രിക് സിന്തസിസിൻ്റെ 2 ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ പാർഷ്യൽ അസിമെട്രിക് സിന്തസിസിലാണ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചത്, വിത്ത് ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസ് ആൻഡ് വിത്ത് എൻസൈം. നെക്സ്റ്റ് വൺ ഈസ് ആബ്സല്യൂട്ട് അസിമെട്രിക് സിന്തസിസ്. So the preparation of an optically active compound from an optically inactive compound without the intermediate use of optically active compound is known as absolute asymmetric synthesis. There are not many methods, but one method is mentioned below. അതായത് preparation of an optically active compound from an optically inactive compound. Optically inactive compoundൽ നിന്ന് optically active ഫോം ചെയ്യുന്നു, ബട്ട് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു optically active റിയേജൻസും ഇല്ല. ഇതിനെയാണ് നമ്മൾ absolute asymmetric synthesis എന്ന് പറയുക. അവിടെ പാർഷ്യൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവിൽ നിന്ന് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോം ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റ്. ഇവിടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻറ്റ് ഇല്ല. അപ്പോൾ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഇല്ല, അതിൽ വൺ മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബൈ യൂസിങ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് irradiating a suitable optically inactive compound with circularly polarized light. Generally, right circularly polarized light gives dextro product, while left circularly polarized light give levo product. So എന്താണ് ഇതിൽ പറയുന്നത്, ഒരു ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട് നമ്മൾ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇഫ് ദ ലൈറ്റ് ഈസ് റൈറ്റ് circularly polarized, give dextro product, while it is left circularly polarized light, it will give levo product. Reaction of ethyl fumarate and hydrogen peroxide is given below. Under the influence of right circularly polarized light, yield a slightly dextrorotatory product. For diethyl fumarate in reaction with hydrogen peroxide in either with right circularly polarized light give dextrorotatory diethyl tartaric acid. Thank you.